പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഇപ്പം വാരണാസിയിൽ നിന്ന് സാരനാഥിലേക്കുള്ള യാത്രയിലാണ്. സാരനാഥ് ബുദ്ധ സ്മൃതികൾ ഉണർത്തുന്ന ഒരു പട്ടണമാണ്. കൃഷ്ണ, ഒരു ഇൻട്രോവർ. നമ്മളിപ്പോൾ സാരാനാഥിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 11 മണിയോടെ സാരാനാഥിലേക്കുള്ള യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാരണാസിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റിലായിട്ട് ഗംഗ വരുണ നദീതടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പട്ടണമാണ് സാരാനാഥ്. ഈ സാരാനാഥിലുള്ള ഒരു മാൻതോട്ടം, ഒരു ഡിയർ പാർക്ക്, അവിടെ വെച്ചാണ് ഈ ഗൗതമ ബുദ്ധൻ ആദ്യത്തെ ധർമ്മ പ്രഘോഷണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അത് തൻ്റെ ശിഷ്യനായ കൊണ്ടണ്ണയ്ക്ക് ആത്മജ്ഞാനം പകർന്നു കൊടുക്കുകയും അതുവഴി ബുദ്ധിസ്റ്റ് സംഘത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് ഇവിടെ വെച്ചാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രാചീന നാമം മൃഗധവ അല്ലെങ്കിൽ മിഗധയ എന്നൊക്കെയാണ്. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം മാനുകളുടെ ഒരു കാടെന്നോ അല്ലെങ്കിൽ മാനുകളുടെ ഒരു തോട്ടം എന്നൊക്കെയാണ്. പിന്നീട് ഈ സാരംഗനാഥ എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടത്. സാരംഗനാഥ എന്ന് പറഞ്ഞാൽ മാനുകളുടെ രാജാവ്, ലോർഡ് ഓഫ് ദ ഡീസ് എന്നാണ്. അപ്പം ആ സാരംഗനാഥ എന്നുള്ളത് ലോപിച്ചാണ് പിന്നെ സാർനാഥ് എന്നൊക്കെ ആയത്. ഈ ബുദ്ധൻ്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു കൊണ്ടണ്ണ എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ കൗഡിന്യ എന്നൊരു പേരുകൂടിയുണ്ട്. ഈ കൊണ്ടണ്ണ ശരിക്ക് കപിലവസ്തുവിലെ രാജപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ സിദ്ധാർത്ഥൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ജനിക്കാൻ പോകുന്ന രാജകുമാരൻ ബുദ്ധനാകും എന്ന് പ്രവചിച്ച ആളാണ് കൊണ്ടണ്ണ. മാത്രമല്ല ബുദ്ധൻ്റെ ആദ്യ ശിഷ്യൻ താനാകും എന്ന് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം. ഇതിനുശേഷം സാരാനാഥ് വളരെ പ്രസിദ്ധമായി തീർന്നു. 6-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന ഗുപ്ത രാജാക്കന്മാരുടെ സഹായവും അതിനൊരു കാരണമായിരുന്നു. ഈ 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഹുയാങ്സാങ് എന്ന ചൈനീസ് സഞ്ചാരി സാരാനാഥിൽ ഏകദേശം 30ഓളം മൊണാസ്ട്രികളും അതിൽ 3000ഓളം ബുദ്ധ സന്യാസിമാരും കണ്ടതായി എഴുതി വച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഈ ബനാറസി സാരികളുടെയും മറ്റ് വസ്ത്രങ്ങളുടെയും ഒക്കെ ഒരു യൂണിറ്റ് സന്ദർശിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇവിടെ ഈ കൈത്തറികളിലാണ് ഇവിടെ ഈ
സാരികളും മറ്റ് തുണിത്തരങ്ങളൊക്കെ നിർമ്മിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണിപ്പോൾ. നമുക്കിത് പിന്നീട് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഈ തറി ശരിക്ക് കാണാം. അപ്പോൾ ഈ കൈത്തറികളിലാണ് പൂർണ്ണമായും നിർമ്മിക്കുന്നത് എന്നുള്ളത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കേരളത്തിലൊക്കെ ഉള്ള ഒരുപാട് ഇതേപോലെ കൈത്തറി ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അവിടെയൊക്കെ ഉള്ള ഒരു 20% പോലും കൈത്തറികളിൽ നിർമ്മിക്കുന്നില്ല. ബാക്കിയെല്ലാം പവർലൂം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അത് മാത്രമേ അവർക്ക് സാമ്പത്തികമായി ലാഭകരമായി അവർക്ക് വസ്ത്രങ്ങൾ വിൽപ്പന നടത്തണമെങ്കിൽ പവർലൂമിൽ തന്നെ ചെയ്യണമെന്നാണ് അവിടെയുള്ള ആൾക്കാരെല്ലാവരും പറയുന്നത്. പക്ഷേ ഇവരെ അവകാശപ്പെടുന്ന ഇവർ കൈത്തറിയിലാണ് മുഴുവനും ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ ടീമംഗങ്ങളെല്ലാം ആവേശത്തോടെ ഈ ബനാറസ് സാരികൾ കാണാൻ കയറി വരുന്നുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് ആദ്യം തന്നെ മുൻപന്തിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. buying a saree from other partner आज ये condition is rate in India for business like we are not like retail as well as like people are doing in the market like for sale are we have our own condition language no it's not my language but I'll try no that's better your own product yeah അവരെല്ലാം മുകളിൽ തുണിത്തരങ്ങളുടെ വർണ്ണാഭയിൽ ഭ്രമിച്ചു നിൽക്കവേ ഞാൻ പതുക്കെ താഴേക്കിറങ്ങി. ഈ നേരത്തെ കണ്ട ആ തറിയെ ഒന്ന് അടുത്തു കാണുക എന്നതാണ് ഉദ്ദേശം. ഈ ഹാൻഡ് വീവ് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലെയും നെയ്ത്ത് ഗ്രാമങ്ങളിൽ കാണുന്നത് പോലെ അതുപോലെയുള്ള ഒരു തറി തന്നെയാണ് ഇത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഡിസൈനുകൾ സ്റ്റെൻസിൽ ചെയ്ത് അതുപയോഗിച്ച് നെയ്യുന്ന ഏകദേശം ഒരേ ഡിസൈനിലുള്ള തറിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെയുള്ള ഒരാൾ എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഡിസൈനുകൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ കാണുന്ന കട്ടിക്കടലാസിൽ സ്റ്റെൻസിൽ ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ് വസ്ത്രങ്ങളിൽ പല പാറ്റേണുകളുമായിട്ട് വരുന്നത്. They gave they collect the 1, 2, 3, 4, 5 students.
they meet each other. Into the സാരാനാഥിലെത്തി ഞങ്ങൾക്ക് Marn is the ദാദാജി forest, എന്ന് deer സ്വയം വിളിക്കുന്ന ഇദ്ദേഹത്തെയാണ് forest. Campus was ഗൈഡായി the Marn കിട്ടിയത്. forest. It was the place where Buddha gave the Dhammachakra Pravartan Sutra, the turning of the wheel of law. Basically, which was called that philosophy of the Buddhism, right? And that could be at Sarnath, Kushinagar, towards the Nepal, Gorakhpur border, UP border, where Buddha passed. We call moksha, we call achieve nirvana, Catholic heaven. So absolutely, it's a very, very comfortable best point. We have to visit it now in the Sarnath golden statue, stupa, and the tree. So I want to say, good prosecutes our. No, our it's a very good. And Kashi Darshan, yes, you know, Jyotirling, Kashi Darshan, river, very, very fantastic point. This is the temple which was built 1931, and he is the founder of this temple from Sri Lanka. He is a Buddhist revivalist pioneer who collect the donations from the different countries. He used to be going to US, Canada, America. Swami Vivekananda and Dharmapal to meet each other, you know, which everybody knows. The fact. All religious meeting. Swami Vivekananda, Dharmapal is saffron color, uniform. Our Swami Dharmapal white. Peace and devotion. They are very attraction about that. So this is the places I want to say about that. English called main shrine. Main shrine. Catholic suffering is desire, and cessa of desire. You should be controlling. Whether you're suffering, the cause of suffering is desire, and you have to control it. It is the processing, the 8 principles are right speech, right view, right action, right livelihood, right effort, right mindfulness, right resolution, right concentration. When you have to concentrate your mind, then you can find out the way of life. Madhyam marg means middle point. So Buddha has suggested about the 1, 2, 3, 4, 5 students into the real point. മുളകന്ധ വിഹാർ എന്നുകൂടി പേരുള്ള ശ്രീലങ്കൻ മഹാബോധി സൊസൈറ്റി നിർമ്മിച്ച ടെമ്പിളിൻ്റെ ചുമരുകളിൽ നിറയെ ജാപ്പനീസ് ആർട്ടിസ്റ്റ് സോസു വരച്ച ചുമർ ചിത്രങ്ങളാണ്. അജന്ത ചിത്രങ്ങളിൽ നിന്നാണത്രേ അദ്ദേഹത്തിന് ഈ ശൈലി സ്വന്തമായി കിട്ടിയത്. ബുദ്ധൻ്റെ ജീവിതകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ വളരെ മനോഹരമായൊരു അനുഭവം തന്നെയാണ് പകരുന്നത്.
സംഘം ശരണം ഗച്ഛാമി എന്ന് പറയുന്ന ആ സംഘത്തിൻ്റെ ഉത്ഭവം ഇവിടെ വെച്ചായിരുന്നു. ഈ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകിയാണ് ശ്രീ ബുദ്ധൻ സംഘപ്രവർത്തനം തുടങ്ങിയത്. കൊണ്ടണ്ണ അടക്കമുള്ള 5 പേരാണ് ആദ്യം ബുദ്ധൻ്റെ ശിഷ്യരായത്. ചൈനീസ് ടെമ്പിളിന് 108 വർഷത്തോളം പഴക്കമുണ്ട്. This is the last point for myself, and I have to discharge or disconnect from you and your groups and me. This is the temple which was called in the nice white marble statue, standing position. When Buddha has got knowledge under the tree, it's a good power, selection, good power. That should be carried about this thing, okay? This is honorable of the time, 5th century BC, under the tree at Bodh Gaya. Today still now, temples, tree, tablet, tent, light and Sarna. Bodh Gaya. Number 3, Sarna. Number 4, Kushinagar. Kushinagar has become so no mention to the mind. 4 lines, you can change it. This is replica. It's not original. I am very clear. Right? Original, this is replica. Replica. This is replica. Same used to be museum, something called church statues in the museum. Inner part of the temple, also very nice, different postures of the Buddha, laughing Buddha, previous Buddha, meditation Buddha, everything inside. So if you go leave your shoes, it's much better there to go inside, okay? Photography and come, please. നിർഭാഗ്യവശാൽ മ്യൂസിയം തുറക്കാത്ത ദിവസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മ്യൂസിയത്തിന് ഇന്ന് അവധിയാണ്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ AD 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരുപാട് ചരിത്ര പ്രധാനമായ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയം തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ എക്സ്കവേഷൻ സൈറ്റിലാണ്. എക്സ്കവേഷൻ സൈറ്റിൽ ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് ഇവിടെ ഈ എക്സ്കവേഷൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഒരു സീനിയർ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ങാമിന് ഇവിടെ നിന്ന് ബുദ്ധൻ്റെ രൂപം ആലേഖനം ചെയ്ത ഒരു കല്ല് പേടകം കിട്ടിയത്. അപ്പോൾ അത് ലഭിച്ചതോടെയാണ് ഇവിടെ ഉദ്ഖനനത്തിന് തുടക്കമിട്ടത്. പിന്നീട് ഖനനത്തിൽ അവർ മനോഹരമായൊരു സ്തൂപത്തിൻ്റെയും പിന്നെ അതുപോലെ മൊണാസ്ട്രികളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇന്ന് ഇവിടം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഒരുപാട് ഭൂഗർഭറകളും വഴികളുമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പൊതുജനങ്ങൾക്കായിട്ട് അതൊന്നും അവിടെയൊന്നും പ്രവേശനമില്ല. അങ്ങനെ ഇതോടെ സാർനാഥിലെ വിശേഷങ്ങൾ ഈ എക്സ്കവേഷൻ സൈറ്റും സ്തൂപവും കാണുന്നതോടെ സാർനാഥിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കാഴ്ചകളോടെ അവസാനിക്കും. അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ
വിട. അലഹബാദിലെ നെഹ്റുവിൻ്റെ ഭവനമായ ആനന്ദ് ഭവനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ.